മലപ്പുറം MSP ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി പ്രതിഷേധം. സ്കൂൾ ഗ്രൗണ്ടിൽ അധ്യാപികയുടെ കാർ വിദ്യാർത്ഥി ഇടിച്ച് പരിക്കേൽപ്പിച്ചുവെന്നാണ് പരാതി. ആശുപത്രിയിൽ അപകട വിവരം മറച്ചുവെച്ചുവെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അതിനുമുമ്പ് പ്രതികരണത്തിലേക്ക്. നേരത്തെ പറഞ്ഞായിരുന്നു. പിന്നെ സഹകരണം പറഞ്ഞത് 2 പൊട്ടെന്നാണ്. പിന്നെ അവർക്ക് പെരക്കാർക്ക് അവിടെ നിർത്താനൊരു ഇതില്ലാത്തതുകൊണ്ട് ഒരു KPM കൊണ്ടുപോയപ്പോഴാണ് 3 പൊട്ടും തലച്ചോർക്ക് പോകണ ഒരു നരമ്പിന് ക്ഷതം ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് ഇതിന്റെ സർജറി കഴിഞ്ഞിട്ടില്ലെങ്കിൽ കുട്ടീന്റെ കാലിന്റെ ചലനം നിൽക്കും, കാല് മുറിച്ച് മാറ്റേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒരു പെട്ടെന്ന് പോയതാണ് കോയമ്പത്തൂർക്ക്. അവിടുന്ന് ഇപ്പോൾ ഇത് കഴിഞ്ഞു, സർജറി കഴിഞ്ഞാണ്ട് സർജറി ചെയ്ത ഭാഗം തുന്നിയിട്ടില്ല. ആ പ്ലാസ്റ്റർ ഇട്ടുകാണ്ട് അതിക്ക് കമ്പി കുത്തിയിറക്കി വെച്ചേക്കാണ്. അത് 5 കമ്പി ഉണ്ട്. ടീച്ചേഴ്സ് ഉണ്ടല്ലോ, ടീച്ചർ ഞങ്ങളടുത്ത് തെറ്റുള്ള പോലെയാണ് ടീച്ചേഴ്സ് സംസാരിക്കും. ടീച്ചേഴ്സ് ഞങ്ങളോട് ചോദിക്കാണ് എല്ലാ പ്രശ്നത്തിനും നിങ്ങൾ ഉണ്ടല്ലോ എന്ന്. വണ്ടി ഓടിച്ച് വണ്ടി കുത്തിയതൊക്കെ ഞങ്ങളാ. അങ്ങനെ ഞങ്ങളെ ഭാഗത്ത് തെറ്റുള്ള പോലെയാണ് ടീച്ചേഴ്സ് ഞങ്ങളോട് പെരുമാറുന്നത്. ഇവര് ടീച്ചർ ആ ഡോക്ടർ മിർഷനോട് പറയണ ഇതൊന്നും കണ്ടിട്ടില്ല, എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതിനെ ബിഗ് ടീച്ചർ ബ്രദർ പറയാണ് എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഈ പറയണെന്ന് ഒരു കേസും ഇല്ല എന്നുള്ള രീതിയിൽ ഒപ്പിട്ട് കൊടുക്കണം എന്ന് മിർഷന്റെ പാരന്റ്സിനോട് ഓല് പറഞ്ഞു. അങ്ങനെ ഇവരെങ്ങാനും ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ മിർഷക്കുള്ള കോമ്പൻസേഷനും ഉണ്ടാവില്ല, കേസും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എല്ലാ വീട്ടുകാർക്കും ഇപ്പോൾ ടീച്ചേഴ്സിന്റെ പോലെ ടീച്ചേഴ്സിന്റെ ബ്രദർ ഡോക്ടർ, ടീച്ചർക്ക് അങ്ങനെ നല്ല ജോലി എല്ലാ വീട്ടുകാർക്കും അതിന് കഴിയണമെന്നില്ലല്ലോ. വലിയ വലിയ എമൗണ്ടിന്റെ ഓപ്പറേഷൻസ് ഒക്കെയാണ് ഓൾക്ക് വരുന്നത്, മിർഷക്ക് ചെയ്യാൻ വരുന്നത്. ഒന്ന് കഴിഞ്ഞു, ഇനി ഒക്കെ ഇഷ്ടംപോലെ സർജറി ഉണ്ട്. 6 മാസമൊക്കെ റെസ്റ്റാ. ഇതിലൊക്കെ ഉള്ള ക്ലാസ് ഒക്കെ മിസ്സാവാണ്, എക്സാം ഒക്കെ മിസ്സാവാണ്. 10th ആണ്. ഞങ്ങൾക്ക് ഒരുപാട് ഇതുണ്ട്. മോഡൽ പരീക്ഷയ്ക്ക് മിനിമം മാർക്ക് ഉണ്ടെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് ക്ലാസ് പോലും കേൾക്കാത്തതൊക്കെ എഴുതാണ് ഭയങ്കര ഇതാണ്. ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് റെഫറൻസ് ചെയ്യാൻ പോലും പറ്റൂലല്ലോ. ഇവൾക്കുള്ള കോമ്പൻസേഷൻ കിട്ടണം, അതേമാതിരി കിട്ടണം. പിന്നെ ഇതിന്റെ കോമ്പൗണ്ടിക്ക് ഒരു വണ്ടി കയറാൻ പാടില്ല. കാരണം ഇനി ഓക്ക് പറ്റിയ പോലെ വേറൊരു കുട്ടിക്ക് ഈ സ്കൂളിന്റെ ഉള്ളിൽ നിന്ന് പറ്റരുത്. കഴിഞ്ഞ വർഷം ഞങ്ങള് ലഞ്ച് ബ്രേക്കിന് ഈ ബോയ്സ് ഒക്കെ പൊതുവെ സ്കൂൾ ഗ്രൗണ്ടില് ഫുട്ബോൾ കളിക്കുമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ലഞ്ച് ബ്രേക്കിന് കുട്ടികളെ ഉള്ളിൽ കയറ്റി എന്ത് പറഞ്ഞാണ്ടോ സ്കൂളിൽ നിർത്തിയിട്ട വണ്ടിയാളുമ്മേ ബോൾ തട്ടുണ്ട് പറഞ്ഞാണ്ട് ഞങ്ങളെ ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ടില് കുട്ടികൾ കളിച്ചിട്ട് ബോൾ തട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ഉള്ളിലേക്ക് കയറ്റിക്കുക. അതിലൊക്കെ എന്ത് ന്യായമുള്ളത്? ഗ്രൗണ്ട് ഞങ്ങൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ടിൽ ഓല് പാർക്ക് ചെയ്തോലെ വണ്ടിമ തട്ടുണ്ട് എന്ന് പറഞ്ഞാണ്ട് കുട്ടികളെ ഉള്ളിൽ ഒരു പേടിയില്ലാതെ ഭയമില്ലാതെ കൂട്ടുകാരിക്ക് വേണ്ടി കൂട്ടുകാരുടെ നീതിക്ക് വേണ്ടി കട്ടയ്ക്ക് സംസാരിക്കുന്ന കൂട്ടുകാരികളുടെ പ്രതികരണം നമ്മൾ കാണുകയായിരുന്നു. കുട്ടികൾ പറയുന്ന ഗുരുതരമായ കാര്യമാണ്. കോമ്പൗണ്ടിനകത്ത് അധ്യാപികയുടെ കാറിടിച്ച് ഒരു വിദ്യാർത്ഥിനിക്ക് പരിക്കേൽക്കുന്നു. ആ അപകടം മറച്ചുവെക്കാൻ ആ സ്കൂളിലെ അധ്യാപകർ ശ്രമിക്കുന്നു. അതിൻ്റെ പേരിൽ ഈ കുട്ടികളോട് പകവെച്ച് പെരുമാറുന്നു. ഈ പറയുന്ന കേസ് തേച്ചു മാച്ചുകളായി നോക്കിയെന്നൊക്കെയാണ് ആ കുട്ടികൾ ഭയമില്ലാതെ പേടിയില്ലാതെ പറയുന്നത്. കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ ആദ്യം. സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേർന്നു. സമീർ, സ്കൂൾ കോമ്പൗണ്ടിനകത്ത് ഇത്രത്തോളം ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്ന രീതിയിൽ ഒരു വിദ്യാർത്ഥിയെ ഇടിച്ചിട്ടതും പോരാഞ്ഞ് ആ കേസ് ഒതുക്കി തീർക്കാൻ സ്കൂൾ അധികൃതർ ശ്രമിക്കുന്നു എന്ന വിദ്യാർത്ഥികളുടെ ആരോപണം, അതിന്റെ വസ്തുത എന്താണ് ഉണ്ടായത് സമീർ? ഹാഷ്മി, കഴിഞ്ഞ 13-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സ്കൂളിലെ വോളിബോൾ കോർട്ടിന് സമീപമായിരുന്നു ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ 15 വയസ്സുള്ള നിർഷ ഫാത്തിമ നിൽക്കുന്നുണ്ടായിരുന്നത്. ഈ അധ്യാപികയുടെ വാഹനം ഈ നിർഷ ഫാത്തിമയെ ഇടിച്ചു അപകടം പറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. അതിന് പിന്നാലെ ഈ ഉടൻ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സ്കൂൾ അധികൃതർ തയ്യാറായില്ല എന്നുള്ളതാണ് ഈ കുട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല ആംബുലൻസ് എത്താൻ വൈകി എന്നും പറയുന്നു. പിന്നാലെ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ് ഉണ്ടായത്. ഈ കുട്ടിയുടെ 2 കാലുകൾക്കും ഗുരുതരമായ പരിക്കേറ്റിരിക്കുകയാണ്. തലക്ക് ക്ഷതവുമേറ്റ ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. കുട്ടിയെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയിരിക്കുകയാണ്. കോയമ്പത്തൂരിലുള്ള ആശുപത്രിയിലാണ് കുട്ടി ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വൈകി എന്ന് മാത്രമല്ല, ഈ അധ്യാപികയുടെ വാഹനമാണ് ഇടിച്ചത് എന്നുള്ള കാര്യം മറച്ചുവെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മിർഷ ഫാത്തിമയുടെ മാതാപിതാക്കളുടെ അടുക്കൽ ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് അധ്യാപകർ എഴുതി വാങ്ങാൻ ശ്രമിച്ചു എന്നും ഈ കുട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ അത് ഗുരുതരമായ പ്രശ്നമാണ് എന്നുള്ളതാണ് കുട്ടികൾ പറയുന്നത്. ഈ പരിക്കേറ്റ കുട്ടിക്ക് കൃത്യമായ സാമ്പത്തിക സഹായം നൽകണമെന്നും ഈ പ്രതിഷേധവുമായി എത്തിയ കുട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ ഈ കുട്ടികൾ ക്ലാസ്സിലേക്ക് കയറാതെ പ്രതിഷേധവുമായി സ്കൂൾ കോമ്പൗണ്ടിൽ നിൽക്കുകയാണ്. ഇപ്പോഴും കുട്ടികൾ ഇവിടെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഈ വളരെ ശക്തമായ നടപടി വിഷയത്തിൽ വേണമെന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, വിദ്യാർത്ഥികൾ കളിക്കുന്ന ഇടത്ത് വാഹനം പാർക്ക് ചെയ്ത് അവിടെ നിന്ന് അപകടം സംഭവിച്ചിട്ടാണ് ഇത്രയും
ഒരു അലംഭാവം ഈ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ കുട്ടികൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ അധ്യാപികക്കെതിരെ കൃത്യമായ നടപടി വേണം. അതോടൊപ്പം തന്നെ ഈ കുട്ടിക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം ഇതുമായി ബന്ധപ്പെട്ട് നൽകണം എന്നുള്ളതാണ് ഈ കുട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ആർക്കും ഇത്തരം ഒരു സംഭവം ഉണ്ടാകരുത് എന്നും ഈ കുട്ടികൾ പറയുന്നു. വളരെ വളരെ കരുത്തരായ ഈ കുട്ടികൾ സഹപാഠിക്ക് വേണ്ടി കാര്യമായി ശബ്ദം ഉയർത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ അധ്യാപകരുടെ ഒക്കെ തന്നെ ഈ ഫോഴ്സിന് മുൻപിലും തളരാതെ ഈ മിർഷ ഫാത്തിമ എന്ന് പറയുന്ന പരിക്കേറ്റ കുട്ടിക്ക് വേണ്ടി സമരം ചെയ്യുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നമ്മൾ കണ്ടത്. ഹാഷ്മി, ഗംഭീര കുട്ടികളാണ്, ഒരു തർക്കം അക്കാര്യത്തിലില്ല. എന്ന് പറഞ്ഞാൽ അധ്യാപകർക്ക് എങ്ങനെയൊക്കെ ഉപദ്രവിക്കാം. അപ്പോൾ അതിലൊന്നും പേടിക്കാതെ ഒരു കൂട്ടുകാരിക്ക് വേണ്ടി, കൂട്ടുകാരുടെ നീതിക്ക് വേണ്ടി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ പിന്തുണ ഒന്നുമില്ല. ആ കുട്ടികൾ അപ്പോൾ അങ്ങനെ ഇറങ്ങി സംസാരിക്കുകയാണ്. അത് കുട്ടികൾ ഭാവിയുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളെന്നൊക്കെ പറയാവുന്ന നല്ല പ്രതികരണശേഷിയുള്ള കുട്ടികൾ. ഗംഭീരം.